നമസ്കാരം. നമസ്കാരം. കുറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട്. മനുഷ്യജന്മത്തിനെക്കുറിച്ച് ഓർത്ത്, ആ ജന്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർത്ത്, ദൈവ ചിന്തയിൽ തന്നെ വൈകല്യമോ, മനുഷ്യൻ്റെ പിറവി ഇത്ര വൈകല്യമോ, കാലത്തിൻ്റെ വൈകല്യമോ ഓർത്ത് ദുഃഖിക്കണോ അല്ല ചിരിക്കണോ അല്ല കരയണോ എന്നറിയാതിരിക്കുക. കാരണം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, വനവാസം, സന്യാസം, അതവിടെ നിൽക്കട്ടെ. പ്രകൃതിയോട് ഇണങ്ങി സ്വപ്നങ്ങളായി അല്ലെങ്കിൽ മാറ്റങ്ങളെ അറിഞ്ഞ് ഈ രണ്ട് കാലഘട്ടവും, ബാല്യവും കൗമാരവും, ഈ രണ്ട് കാലഘട്ടങ്ങളെയും ഇരുത്തം വന്നതിന് ശേഷം യൗവനം ആസ്വദിച്ച് കർമ്മനിരതനാകുന്നതാണ് ഒരു ദീർഘദൂരം. ഇന്ന് ബാല്യം, കൗമാരം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ കഴിയാതെ, തിരിച്ചറിയാൻ കഴിയാതെ, പ്രകൃതിയെക്കുറിച്ച്, ബ്രഹ്മബോധത്തെ, ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് അറിയാതെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു അക്ഷയപാത്രം പോലെ തലമുറയെ മാറ്റുമ്പോൾ യഥാർത്ഥ വിദ്യ കൊണ്ട് നമ്മുടെ അടയാളം എന്തായിത്തീരുന്നു? വിദ്യയുണ്ടോ? യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ബ്രഹ്മബോധത്തെക്കുറിച്ച് പഠിക്കാതെ, ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാതെ, ഒരു തൊഴിലിനെക്കുറിച്ച് അറിയാതെ എന്ത് കർമ്മമാണ് ചെയ്യുക? ബാല്യത്തിൽ കളിക്കാൻ അറിയില്ല, യൗവനത്തിൽ ആരോഗ്യപരമായി ചിന്തിക്കാൻ കഴിയില്ല. കാരണം പഠിക്കുന്നത് കൗമാരത്തിലാണ്, പഠിക്കേണ്ടതും കൗമാരത്തിലാണ്. അവിടെ പഠിക്കേണ്ടതുമായതും ചിന്തിക്കേണ്ടതുമായ അടിസ്ഥാനപരമായി ഒന്നിനെയും തിരിച്ചറിയാതെ യൗവനത്തിൽ എന്ത് ചെയ്യാനാവും? പഠിച്ചത് തന്നെ യൗവനത്തിൽ പ്രയോഗമാക്കാൻ കഴിയാത്ത സബ്ജക്റ്റാണ് പഠിച്ചതെങ്കിൽ, പഠിക്കുന്നത് ഇപ്പോൾ കുലബന്ധമില്ലാതെയാണ് പഠിക്കുന്നത്. സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ മുന്നിൽ പൊങ്ങച്ചത്തിന് വേണ്ടി, ധനധാഢ്യാദികൾക്ക് വേണ്ടി, ആശാപോഷന് വേണ്ടി പഠിച്ച് മനുഷ്യൻ എപ്പോഴാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക? ധനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചത്തിന് വേണ്ടി പഠിച്ചാൽ അതിന് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ സ്വപ്നജന്മം കർമ്മമണ്ഡലത്തിലേക്ക് വരുമ്പോൾ, കൗമാരം കഴിഞ്ഞ് വരുമ്പോൾ, യൗവനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ചിന്ത പരിപൂർണമായിട്ടും എവിടെയാണ് നിൽക്കുക? സ്വപ്നത്തിനെ ബേസ് ചെയ്ത, ആ സ്വപ്നത്തിനെ അടിസ്ഥാനമാക്കി മൂവ് ചെയ്യുമ്പോൾ, ആ സ്വപ്നമാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചവരെ എങ്ങനെയാണ് അറിയുക? പഠിച്ചതിൽ സന്ദർഭവുമായി ബന്ധമില്ലാത്തതിനെ പഠിച്ച് ഇനിയും കാലിയും കയ്യും തീറ്റകളൊക്കെ കുറിച്ച് പഠിച്ച് എന്താണോ പഠിക്കേണ്ടത് അതല്ലാതെ ബാക്കിയെല്ലാം പഠിക്കുന്നു. കുറേ എഴുതുന്നു, കുറേ പ്രോജക്റ്റ് കൊടുക്കുന്നു. എന്താണ് നിങ്ങളെല്ലാം ചെയ്യുന്നത്? ആരാണ് പറ്റിക്കുന്നത്?
ഇവിടെ ആരാണ് പറ്റിക്കപ്പെടുന്നത്? ബ്രഹ്മവിദ്യ പഠിപ്പിക്കാതെ കുറേ അക്ഷരങ്ങൾ പഠിച്ച് അതിനുവേണ്ടി കുറേ പേക്കൂത്തുകൾ കാട്ടി നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഈ സമൂഹത്തോട്, വരും തലമുറയോട് പറയാൻ വരുന്നത്? ബന്ധങ്ങളുടെ മൂല്യത അറിയാതെ പോയാൽ മനുഷ്യൻ എന്ന വാക്കിനർത്ഥം എന്താണ്? പരസ്പര ബന്ധമില്ലാതെ 10 പേര് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? സാറെന്ന് വിളിക്കും. അത് മറ്റുള്ളവർ തന്നതാണ്. നമ്മുടേതായ ഭാരതീയ ഭാഷയിൽ ആ ഭാഷയ്ക്ക് നമ്മളെന്ത് വിളിക്കും? സഹോദരൻ, ചേട്ടൻ, അങ്കിൾ അല്ലേ, മാതുലൻ, അമ്മാവൻ അല്ലേ, കൊച്ചച്ഛൻ, മുത്തശ്ശൻ. ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ് നമ്മുടെ സംസ്കാരം. നമ്മളൊരാളെ വിളിക്കുമ്പോൾ അങ്ങനെയല്ലേ വിളിക്കുക? അവിടെ പേരല്ലല്ലോ വിളിക്കുക. അറിയാത്തവരായതുകൊണ്ട് അവർക്ക് ആർക്കും പേരും അറിയില്ല. അപ്പോൾ ബന്ധങ്ങളാണ് നമ്മുടെ പ്രധാനം. അക്ഷരങ്ങളെക്കാൾ ബന്ധങ്ങളുടെ മൂല്യതയാണ് അക്ഷരങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. ഇന്നത്തെ തലമുറ വെറും അക്ഷരങ്ങൾ കൊണ്ട് മാത്രം കുറേ എഴുതിപ്പിടിപ്പിച്ച് അവരുടെ ബാല്യവും പോയി, കൗമാരവും പോയി. സത്യത്തിൽ നിങ്ങൾ ദ്രോഹികളല്ലേ? തലമുറയെ കുരുതി കൊടുക്കുന്ന ഈ അധികാരം മുതലായി വച്ചിരിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന വിഡ്ഢികളെ, നിങ്ങൾ തലമുറയുടെ നാശം കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? സ്വന്തം മക്കളെ വഴിപിഴയ്ക്കാൻ വെച്ചതിന് ശേഷം മക്കൾ തിരിച്ചറിഞ്ഞില്ല ഇത് വൃദ്ധസദനം എന്ന് പറയുന്നവർ ഓർക്കുന്നില്ല അവർക്ക് ഉപദേശിക്കേണ്ടത് കരുതലും ബന്ധവും സ്നേഹവും എന്ന വാക്കിന് അർത്ഥമാണെന്ന്. ഇത് ഓർത്തു തുടങ്ങേണ്ട സമയം വൈകിയിരിക്കുന്നു. തിരിച്ചറിവ് സ്വപ്നങ്ങളിലേക്കായാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ബന്ധമുണ്ടാവില്ല. വിഡ്ഢികളെ, തിരിച്ചറിയാൻ ശ്രമിക്കൂ. നിങ്ങൾ മനുഷ്യനെന്ന അടയാളത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ദൈവത്തിൻ്റെതായ എല്ലാ ഭാവങ്ങളും സമൂഹത്തിലെ ഓരോ ജീവരാശിക്കും പകർന്നു കൊടുക്കാൻ പിറന്ന മനുഷ്യനെന്ന വാക്കിന് അർത്ഥം തിരിച്ചറിവെന്നാണ്. അത് നഷ്ടമായാൽ, ബന്ധങ്ങളില്ലാതെ പോയാൽ വെറും മൃഗങ്ങളല്ലേ നിങ്ങൾ? ഇന്ന് മൃഗങ്ങൾക്ക് പോലും ബന്ധങ്ങളുടെ മൂല്യത അറിഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് നല്ല കാലം വരട്ടെ. നിങ്ങളുടെ ബന്ധങ്ങളുടെ മൂല്യത അറിയാൻ, ബാല്യമറിയാൻ, കൗമാരമറിയാൻ, യൗവനമറിയാൻ, വാർദ്ധക്യമറിയാൻ. അത് കഴിഞ്ഞു പോരെ സന്യാസം, വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ? തുടക്കത്തിൽ എന്നെ കുണ്ടലിനിയിൽ കൈയിട്ടാൽ ഫൈൽസാണ് മക്കളെ അത്. ഓരോ നിലകളും കടന്നാലാണ്, പടിയാറും കടന്നു പരമമായി സത്യത്തെ അറിഞ്ഞു എന്നാണ്, തിരിച്ചറിഞ്ഞു എന്നാണ്. നിങ്ങൾ ആവശ്യങ്ങൾക്കപ്പുറം സ്നേഹം, ബന്ധം, മൂല്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നതാണ് പടിയാറും കടന്നെത്തുന്നത്. ഇന്ന് എല്ലാ പടിയും നിങ്ങൾ ഉടച്ച് പരദേശിയായി, ബന്ധമില്ലാതായി, ചുമരുകളില്ലാതായി. പിന്നെന്ത് വീട്, എന്ത് ഗ്രഹം, എന്ത് ആശ്രമം, എന്ത് ജീവിതം? സ്വപ്നം കാണുന്ന മനുഷ്യ, നീ തന്നെയാണ് നിനക്ക് വില്ലനും. നീ തന്നെയാണ് നിൻ്റെ തലമുറയെ വഴിതെറ്റിക്കുന്നതും. നിൻ്റെ ചിന്തയും തന്നെയാണ് നിൻ്റെ കരുതലിനെ ഇല്ലായ്മ ചെയ്യുന്നതും, മൂല്യത കുറയ്ക്കുന്നതും. മൂലധനം ബന്ധമാണ്, ധർമ്മമാണ്, സത്യമാണ്. അത് തിരിച്ചറിയുക. നല്ലത് വരട്ടെ തലമുറയ്ക്ക്. ഓം നമഃ ശിവായ.